ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് നിർണായകമായ സൂപ്പർ 8 പോരാട്ടത്തിന് വേദിയാകുന്ന ഈഡൻ ഗാർഡൻസിൽ റൺസ് മഴ പെയ്യുമെന്ന് ഉറപ്പായി. മത്സരത്തിന് മുന്നോടിയായി BCCI മുൻ പ്രസിഡന്റും ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ തലവനുമായ സൗരവ് ഗാംഗുലി പിച്ച് പരിശോധിച്ചു. ഈ ലോകകപ്പിലെ ആദ്യ 200+ സ്കോർ പിറന്ന അതേ പിച്ചിലാണ് ഇന്ത്യ വിൻഡീസ് ക്വാർട്ടർ ഫൈനൽ മത്സരവും നടക്കുന്നത്. ഇറ്റലിക്ക് എതിരെ സ്കോട്ട്ലാൻഡ് 207 റൺസ് അടിച്ചുകൂട്ടിയത് ഇതേ പിച്ചിലായിരുന്നു. ബാറ്റർമാരെ തുണയ്ക്കുന്ന പിച്ചായിരിക്കും ഇതെന്ന് വലിയ സ്കോറുകൾ പിറക്കാൻ സാധ്യതയുണ്ടെന്നും ഈഡനിലെ ചീഫ് ക്യൂറേറ്റർ സുജൻ മുഖർജി വ്യക്തമാക്കി. റൺസ് ഒഴുകുമെങ്കിലും ബൗളർമാർക്ക് പിച്ചിൽ നിന്ന് സഹായം ലഭിക്കും. സ്കോട്ട്ലാൻഡിൻ്റെ മൈക്കൽ ലിസ്ക് ഇറ്റലിക്കെതിരെ 4 വിക്കറ്റ് വീഴ്ത്തിയത് പിച്ചിൽ നിന്ന് സ്പിന്നർമാർക്ക് ടേൺ ലഭിക്കുന്നതിൻ്റെ സൂചനയാണ്. ഹെഡ് ക്യൂറേറ്റർ സുജൻ മുഖർജി, ബോർഡ് ചീഫ് ക്യൂറേറ്റർ ആഷിഖ് ബോമീർ എന്നിവരുമായി ഗാംഗുലി വിശദമായ ചർച്ചകൾ നടത്തി. പിച്ചിൻ്റെ ഒരുക്കത്തിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. വൈകുന്നേരങ്ങളിലെ മഞ്ഞുവീഴ്ച മത്സര ഫലത്തെ സ്വാധീനിച്ചേക്കാമെന്ന് ക്യൂറേറ്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ടോസ് നേടുന്ന ടീമിന് നിർണായകമാകും. ഈ ലോകകപ്പിൽ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യ ഇതുവരെ കളിച്ചിട്ടില്ല. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് ഇവിടെ 2 മത്സരങ്ങൾ കളിക്കുകയും സ്കോട്ട്ലാൻഡ്, ഇറ്റലി എന്നിവരെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മുൻപരിചയം വിൻഡീസിന് നേരിയ മേൽക്കൈ നൽകുന്നുണ്ടെങ്കിലും ഈ മൈതാനത്ത് ഇന്ത്യക്കെതിരെ കളിച്ച 4 T20കളിലും തോറ്റ ചരിത്രമാണ് അവർക്കുള്ളത്. സ്ലോ പിച്ചുകളിൽ ബുദ്ധിമുട്ടുന്ന ഇന്ത്യൻ ബാറ്റർമാർക്ക് ഈഡനിലെ വേഗതയുള്ള പിച്ച് ആശ്വാസമാകും. പന്തിൽ വേരിയേഷനുകൾ വരുത്തുന്ന വിൻഡീസ് പേസർമാരെ നേരിടാൻ ഈ പിച്ചിൽ ഇന്ത്യയെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തുതന്നെയായാലും ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ റൺ മഴ പെയ്യുമെന്ന് ഏകദേശം ഉറപ്പായി. വിൻഡീസിനെ നേരിടുന്ന ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെയാകും ഓപ്പണിങ്ങിന് ഇറങ്ങുക. കളി കാണാൻ എല്ലാവരും താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തു വയ്ക്കുക.